കാലപ്പഴക്കത്താൽ തകർന്നു വീഴാറായ എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളുടെ ജീവനുകൾ വെച്ച് പന്താടുന്ന സംസ്ഥാന സർക്കാരിന്റെയും എസ്റ്റേറ്റ് മാനേജ്മെന്റുകളുടെയും അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. നേതൃത്വം രംഗത്ത്. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ മഞ്ചുമല ലോവർ ഡിവിഷനിൽ ലയത്തിന്റെ മേൽക്കൂര തകർന്നു വീണ കുട്ടിക്ക് പരിക്കേറ്റ സംഭവം ഏറ്റവും ഒടുവിലത്തെ കഥയാവുമ്പോൾ സർക്കാരിന്റെയും എസ്റ്റേറ്റ് മാനേജ്മെന്റുകളുടെയും അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബി.ജെ.പി. മഞ്ചുമല ഏരിയ ഭാരവാഹികൾ അറിയിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ.ജി.'സ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്നതും നിലവിൽ പ്രവർത്തിക്കുന്നതുമായ തേയിലത്തോട്ടങ്ങളിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾ അധിവസിക്കുന്ന ലയങ്ങൾ കാലപ്പഴക്കത്താൽ ജീർണിത അവസ്ഥയിൽ ഏതു നിമിഷവും തകർന്നു വീഴാറായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. ഈ മഴക്കാലത്ത് ലയങ്ങൾ തകർന്നു വീഴുകയും ചോർന്നൊലിക്കുന്ന ലയങ്ങളിലെ തൊഴിലാളികളുടെ ജീവിത ദുരിതവും ദൃശ്യമാധ്യമങ്ങളുടെ അധികാരവർഗങ്ങൾ കണ്ടതുമാണ്. ജീർണിത അവസ്ഥയിലുള്ള എസ്റ്റേറ്റ് ലയം തകർന്നു വീണതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ മഞ്ചുമല ലോവർ ഡിവിഷനിൽ ലയത്തിന്റെ മേൽക്കൂര തകർന്നു വീണ 1 വയസ്സുള്ള പെൺകുട്ടിക്ക് പരിക്കേറ്റ സംഭവം. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ബി.ജെ.പി. മഞ്ചുമല ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ബി.ജെ.പി. മഞ്ചുമല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ രമേശ് ആവശ്യപ്പെട്ടു. കാരണം കഴിഞ്ഞ 8 വർഷക്കാലം നടക്കുന്ന LDF ഗവൺമെന്റിന്റെ സംസ്ഥാന ബഡ്ജറ്റിൽ തോട്ടം തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി കോടികളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ തുക നാളെ ഇതുവരെ സുരക്ഷിതമായി സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് പകരം സ്വന്തം കീശയിൽ കുത്തി നിറയ്ക്കുന്ന സർക്കാർ CITU, AITUC, INTUC അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഇവിടെ നടത്തിവരുന്നത് ഇതിന് എതിരെ BJPയുടെ തൊഴിലാളി സംഘടനകൾ അടക്കമുള്ള സംഘടനകൾ രംഗത്ത് എത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിലാളികളോടുള്ള പ്രതീക്ഷ അംഗങ്ങളുടെ വിവേചനം ഇല്ലാതെ ആക്കുക എന്ന് ഉള്ളതിന് BJPയുടെ കടുത്ത ഭാഷയിൽ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും തൊഴിലാളികളെ അണിനിർത്തിക്കൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി ആഹ്വാനം ചെയ്യാനാണ് BJPയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം മേൽക്കൂര തകർന്നു വീണ പെൺകുട്ടിക്ക് പരിക്കേറ്റ മഞ്ചുമല LDയിലെ ലയം പുതുക്കി പണിയുമെന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് അറിയിച്ചുവെങ്കിലും തകർന്നു വീഴാറായ മറ്റ് ലയങ്ങളുടെ പുനർനിർമ്മാണം കൂടി ആരംഭിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.